നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഫ്രം മലയാളത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബ് പോലെ തന്നെ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് പേര് വീഡിയോസ് ഇട്ടിട്ട് കാശുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് യൂട്യൂബ് എന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. ഒരുപാട് സമയം എടുത്താലേ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു തരത്തിലുള്ള കാശ് കിട്ടുള്ളൂ. അതുമാത്രമല്ല ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ യൂട്യൂബ് പോലെ തന്നെ എളുപ്പത്തിൽ കാശുണ്ടാക്കാൻ പറ്റിയ, നിങ്ങൾക്ക് ആർട്ടിക്കിളും നിങ്ങൾക്ക് വീഡിയോസും ഇട്ട് എളുപ്പത്തിൽ കാശുണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. WeMedia എന്നാണ് ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര്. ഈ ഒരു WeMedia എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ആർട്ടിക്കിളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഥകളോ പോസ്റ്റുകളോ അതോ എന്തെങ്കിലുമൊക്കെ വീഡിയോസും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് കാശ് സമ്പാദിക്കാനായിട്ട് പറ്റും. എല്ലാം ഈസിയാണ്. പേടിഎമ്മിലേക്കാണ് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ട്രാൻസാക്ഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതിനകത്ത് നിങ്ങളിടുന്ന ഓരോ അല്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങളിടുന്ന ആർട്ടിക്കിൾ ആയാലും വീഡിയോസ് ആയാലും ഇത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല നിൽക്കുന്നത്. മീ, ഓപ്പോ മൊബൈൽ, റോസ്ബോസ്, പിന്നീട് റോസ്ദാൻ, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനിലെല്ലാം ഇത് ഷെയർ ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. നല്ല രീതിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളെ പ്രൊമോട്ട് ചെയ്ത് വിടും. അതുമാത്രമല്ല നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് നല്ലൊരു എമൗണ്ട് ഓഫ് ഏർണിങ്സും ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് അതിനകത്ത് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ആ പ്രൊസീജിയർ എന്നുള്ളത് നമുക്ക് കാണാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് WeMedia എന്ന ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറാം. ആദ്യം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റിലേക്ക് ആദ്യം നിങ്ങൾ കയറണം. കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഇവിടെ കാണാൻ പറ്റും കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കോമ്പറ്റീഷൻസിലൊക്കെ ചേരാനായിട്ട് പറ്റും. ആദ്യം ഏതൊരു വെബ്സൈറ്റിലെ പോലെ തന്നെ സൈനപ്പ് ചെയ്യുക. ആദ്യം നിങ്ങൾ സൈനപ്പ് ചെയ്യണം. അപ്പോൾ സൈനപ്പ് എന്ന ബട്ടൺ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ഫോൺ നമ്പർ കൊടുക്കുക. ഫോൺ നമ്പർ കൊടുത്തതിന് ശേഷം OTP വരുന്ന രീതിയിൽ OTP വരിക. ഒരു OTP എല്ലാം വെച്ചിട്ട് നിങ്ങൾ അതൊരു അക്കൗണ്ട് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു പ്രൊസീജിയർ ഒന്ന് തീർക്കുകയാണ്. ആദ്യം നിങ്ങൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഈ ഒരു പേജിലേക്ക് കൊണ്ടെത്തിക്കും. ഈ ഒരു പേജിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അതായത് നിങ്ങളുടെ പേര്, ഡിസ്ക്രിപ്ഷൻ. ആദ്യം നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ പേരാണ്. പേര് കൊടുത്തതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ, എന്താണ് നിങ്ങളുടെ ചാനൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് എന്ത് കണ്ടൻറ്റാണ് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നീട് WeMedia ലാംഗ്വേജ്, അതിൻ്റെ അകത്ത് നമുക്ക് മലയാളം സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മലയാളം കൊടുക്കുക. പ്രൊഫഷൻ ഫീൽഡ് വേണമെങ്കിൽ അത് കൊടുക്കുക. ഇമെയിൽ കൊടുക്കുക, സ്റ്റേറ്റ് കൊടുക്കുക, സിറ്റി കൊടുക്കുക, വാട്സപ്പ് നമ്പർ കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ക്വിക്കായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, ലാംഗ്വേജ് മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ട്, കാറ്റഗറി സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ബ്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടി സെലക്ട് ചെയ്യുക, നിങ്ങൾ ടെക് ആണെന്നുണ്ടെങ്കിൽ ടെക് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് ആ ഒരു ഫീൽഡ് സെലക്ട് ചെയ്യുക. നിങ്ങൾ എന്ത് തരം കണ്ടൻറ്റാണ് ഇടുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഗെയിമിംഗ് അല്ലാണ്ട് ഒരുപാട് ഇതുണ്ട് കണ്ടു. ഗാഡ്ജറ്റ്, ഹെൽത്ത്, ഹിസ്റ്ററി, ഇന്ത്യ, ജോബ്, ലൈഫ് സ്റ്റൈല്, അങ്ങനെ മോട്ടിവേഷൻ, മൂവി, മ്യൂസിക്, പൊളിറ്റിക്സ്, ഇങ്ങനെ എല്ലാം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ ഒരു പ്രൊഫൈൽ പിക്ചറും കൂടി സെറ്റ് ചെയ്യുക. ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ബട്ടൺ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഹൗ ഡിഡ് യു കം ടു നോ അബൌട്ട് അസ് എന്ന് കൊടുക്കുക. അത് നിങ്ങൾ യൂട്യൂബ് ആണെന്നെങ്കിൽ യൂട്യൂബ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യൂട്യൂബിലായതുകൊണ്ട് തന്നെ നിങ്ങൾ യൂട്യൂബ് എന്ന് കൊടുക്കുക. ഇവിടെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ട് പെൻഡിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഏകദേശം 1 മുതൽ 3 ദിവസം വരെ എടുക്കും ഇതൊന്ന് അപ്രൂവ് ആയി കിട്ടാനായിട്ട്. അപ്പോൾ നമുക്കൊന്ന് അപ്രൂവ് ആയി കിട്ടിയിട്ട് വരാം. നമ്മുടെ അക്കൗണ്ട് അപ്രൂവ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഡാഷ്ബോർഡാണിത്. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കാണുക. ആദ്യം തന്നെ നമുക്ക് WeMedia എന്ന് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ പറ്റും. അവിടെ റവന്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്, സ്റ്റേജ് ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്, ഫോളോവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു വീഡിയോയോ ഒരു ആർട്ടിക്കിളോ, നിങ്ങളുടെ അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഒരു ആർട്ടിക്കിളോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് 50 രൂപ കിട്ടും. എന്നിട്ട് നിങ്ങൾ 5 വീഡിയോസും 10 ആർട്ടിക്കിളും അപ്ലോഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് 100 രൂപ കിട്ടും. ആ സമയം നിങ്ങൾ ഒരു അഡ്വാൻസ് യൂസറിലേക്ക് മാറും. അതായത് നിങ്ങളുടെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൈമറി മാറി അഡ്വാൻസ് ആവും. അതായത് നിങ്ങൾക്ക് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ കിട്ടിയതുപോലെ ആവും. അത് നിങ്ങൾ പോസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് താഴെ കാണാൻ പറ്റും, പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതിനകത്ത് വീഡിയോ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കാണിക്കാം, ഏതെങ്കിലും ഒരു വീഡിയോ. എന്നിട്ട് ഏതാണ് വീഡിയോ എന്ന് വെച്ചാൽ ക്ലിക്ക് ടു അപ്ലോഡ് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു ഈ ഒരു അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ്, ഈ ഒരു സെറ്റപ്പ് ഞാനൊരു ചെറിയൊരു വീഡിയോ ഏറ്റെടുത്ത് ഇടുകയാണ്. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് നല്ലൊരു അപ്ലോഡിങ് സ്പീഡ് ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ആവും. എനിക്ക് അത്യാവശ്യം അപ്ലോഡിങ് സ്പീഡ് ഉള്ളതുകൊണ്ട് തന്നെ
കുറച്ച് സ്പീഡിലാവുന്നുണ്ട്. ഇതേ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ടൈറ്റിൽ? ഞാനിപ്പോൾ സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് കൊടുക്കാം. ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ കാറ്റഗറി കൊടുക്കണം. അപ്പോൾ കാറ്റഗറി എന്ന് പറയുന്ന സാധനം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഇതിനകത്ത് ഏത് കാറ്റഗറിയാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ടെക്നോളജി എന്ന് പറഞ്ഞ കാറ്റഗറി സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഷെഡ്യൂൾ ചെയ്തിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്തിടാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് ഒറിജിനൽ ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ടൻറ് ആണോ, അത് നിങ്ങൾ വേറെ അടുത്തൊന്നും കോപ്പി അടിച്ചതല്ല, നിങ്ങൾ സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്തെടുത്ത കണ്ടൻറ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറിജിനൽ ക്ലെയിം കൊടുക്കുക. അതിനുശേഷം നിങ്ങളിത് അപ്ലോഡ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം പബ്ലിഷ് എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഈ സ്റ്റുഡിയോ അല്ലെങ്കിൽ നിങ്ങൾ ആ പബ്ലിഷ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുന്ന സമയത്ത് ഇതാ ഇങ്ങനെ കിടക്കും, പെൻഡിങ് എന്ന് പറഞ്ഞ് കിടക്കും. പെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ എന്തെങ്കിലും ഇല്ലീഗലാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നതാണോ, ഓഡിയൻസിന് ഇഷ്ടപ്പെടാത്തതാണോ, എന്തെങ്കിലും ന്യൂഡിറ്റി ആണോ എന്നെല്ലാം അവർ അപ്രൂവ് ചെയ്തിട്ട് നല്ല കണ്ടൻറ് ആണെങ്കിൽ അത് അപ്രൂവ് ചെയ്യും. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പാസ്ഡ് എന്ന് പറഞ്ഞ് ഇതിനകത്ത് കിടക്കും. പെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ പെൻഡിങ് എന്ന് പറഞ്ഞാൽ കിടക്കും. ഡിനൈഡ്, അവർ ഡിനൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിനൈഡ് എന്ന് പറഞ്ഞാൽ കിടക്കും. ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കിടക്കും. ഇല്ലീഗൽ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കിടക്കും. സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്തും കിടക്കും. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ മോർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് കാണാം. മോർ ആക്ടിവിറ്റി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോമ്പറ്റീഷൻസോ കാര്യങ്ങളോ ഒക്കെ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ആ കോമ്പറ്റീഷൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻസും കോൺടെസ്റ്റുകളും എല്ലാം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ ഒരുപാട് തരത്തിലുള്ള ക്യാഷ് പ്രൈസ് വിൻ ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് ഈ നോട്ടീസ് എന്ന് പറഞ്ഞ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നോട്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അറിയാനായിട്ട് പറ്റും. എല്ലാം വായിച്ചു നോക്കേണ്ടതാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ഉണ്ട്, പിന്നീട് സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സ്റ്റേജുകളുണ്ട്. ഈ ഓരോ സ്റ്റേജിലും നിങ്ങൾക്ക് നിങ്ങളുടെ റവന്യൂവും അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊമോഷൻസും കാര്യങ്ങളെല്ലാം കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഗ്രോത്ത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. അതായത് നിങ്ങളുടെ ഗ്രേഡ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റവന്യൂവിൻ്റെ കാര്യം പറയാം. കുറച്ച് നോയ്സ് ഉണ്ട്, ക്ഷമിക്കുക. യു വിൽ സ്റ്റാർട്ട് റവന്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്വാൻസ് യൂസർ, അതായത് നിങ്ങൾ റവന്യൂ നിങ്ങൾക്ക് അഡ്വാൻസ് യൂസർ, അതായത് നിങ്ങൾ 5 വീഡിയോസും 10 പോസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ അഡ്വാൻസ് യൂസർ ആവുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് റവന്യൂ കിട്ടാൻ തുടങ്ങുള്ളൂ. പിന്നീട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ 1000 രൂപ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റവന്യൂ വിഡ്രോ ചെയ്യാൻ പറ്റും. പിന്നീട് 10% എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം 10% നിങ്ങളുടെ റവന്യൂ നിന്ന് പിടിക്കുന്നതായിരിക്കും. പിന്നീട് നമ്മൾ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള റവന്യൂ നിങ്ങൾ വിഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 5 മുതൽ 7 ദിവസം വരെ എടുക്കും ഇത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടാക്സ് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നതും ആയിരിക്കും. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലും നിങ്ങളിടുന്ന വീഡിയോസും പോലെ ഇരിക്കും നിങ്ങളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഇത് ഓരോ പ്ലാറ്റ്ഫോമിൽ പ്രൊമോട്ട് ആവുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളും പോലെ നിങ്ങൾക്ക് റവന്യൂവും കൂടും. അതായത് നിങ്ങൾക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇത് റസ്ബസ് ആപ്ലിക്കേഷനിലെല്ലാം പോകുന്നതാണ്, ഓപ്പോ മീ ആപ്ലിക്കേഷനിലെല്ലാം ഇത് പ്രൊമോട്ട് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ പല പ്ലാറ്റ്ഫോമിൽ പോകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യൂസ് കൂടും. നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ എങ്ങനെയുണ്ടോ, നിങ്ങളുടെ വീഡിയോ സ്കിൽ എങ്ങനെയുണ്ടോ അതുപോലെ ഇരിക്കും നിങ്ങളുടെ റവന്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ യൂട്യൂബ് പോലെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. കുറച്ചുകൂടി എളുപ്പത്തിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫീൽഡാണിത്. നിങ്ങൾക്ക് കുറച്ച് റൈറ്റിംഗ് സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ നന്നായിട്ട് എഴുതും എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വെബ്സൈറ്റ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഉപകാരപ്രദമാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.